என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு சொல்ல ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമ്മൾ വന്നിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വന്നിട്ട് നമ്മൾ ലോണ് എടുത്തു, അതായത് നമ്മൾ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ നമ്മുടെ കുറച്ച് സാഹചര്യം മോശമായി, അല്ലെങ്കിൽ നമ്മുടെ സമയം മോശമായി. സ്വാഭാവികം, മനുഷ്യരല്ലേ. പക്ഷെ ഇപ്പൊ നമുക്ക് ആ സാഹചര്യം മോശമായ സമയത്ത് ലോൺ എടുത്ത് അടവുകൾ തെറ്റിപ്പോയി. ആ അടവുകൾ തെറ്റിയ കാരണം നമ്മൾ അടച്ചു തീർത്തു, പക്ഷെ പുതിയ ആൾക്കാർ നമുക്ക് ലോൺ തരില്ല. അതായത് ഞാൻ ഇപ്പോൾ ഒരു മാസം അടവൊക്കെ തെറ്റിയിട്ടാണ് പിന്നെ അടച്ച്, അതുകൊണ്ട് ആ സിബില് കാണിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക്, അതായത് നിങ്ങൾ വന്നിട്ട് തോന്നിയ പോലെ 60-90 അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അടയ്ക്കുക, അല്ലെങ്കിൽ 6 മാസം ഒന്നും അടയ്ക്കാതെ വരുന്ന ആൾക്കാരൊന്നും കാണണ്ട കേട്ടോ. ഞാൻ തമ്പിളിയിൽ വന്നിട്ട് ക്ലിക്ക് ബൈറ്റ് ഇട്ടതാണ്. അങ്ങനത്തെ ആൾക്കാരെ വീഡിയോ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, സോറി. നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾ 1 മാസമൊക്കെ വഴി, ഒരു 10-30 ദിവസമൊക്കെ വഴിയിട്ടാണ് ഞാൻ പൈസ അടച്ചത്. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ലോൺ കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് നല്ലൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് PF കാര്യങ്ങൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സിബിലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ലോൺ കിട്ടണില്ല. ഒരു 10-20,000 ശമ്പളമൊക്കെ ആവറേജ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റിയ ഒരു ഫേമാണ് ഇൻക്രെഡ്. ഈ ഇൻക്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഓൺലൈനായിട്ട് ഭീകരമായി ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങളതിൽ ഇങ്ങനെ ഡ്യൂസ് ഒക്കെ വരുത്തി അടച്ച് ക്ലിയർ ചെയ്ത് പോയ കസ്റ്റമറാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പെൻഡിങ് കാര്യങ്ങളും ഇല്ല, നല്ല സിബിലുണ്ട്, നല്ല സാലറി ഉണ്ട്, അത്യാവശ്യം നല്ല ബാക്കി ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക് ഇൻക്രെഡ് കൊടുക്കുന്നുണ്ട്. ഇൻക്രെഡ് വന്നത് ഇന്ത്യയിലത്തെ ഒരു കമ്പനി തന്നെയാണ്, പുറത്തത്തെ ഒരു ഫിനാൻസ് കമ്പനി ഒന്നും അല്ല. അത്യാവശ്യം കുറച്ച് റെപ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ അവരുടെ വെബ്സൈറ്റിലെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് വിചാരിച്ച സാധനം സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞ പോലെ തന്നെ ബാങ്കിന്റെ അടവുകളൊക്കെ തന്നെയാണ്, അതായത് നാച്ച് ത്രൂ ആണ് അടവുകൾ കാര്യങ്ങളൊക്കെ വരിക. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്, നിങ്ങളുടെ മണിയാണ് എടുക്കുന്നത്, നിങ്ങളാണ്. ഇപ്പോൾ ചീറ്റിങ് അങ്ങനത്തെ ഓൺലൈൻ സ്കാമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പ്രോപ്പർ ആയിട്ടുള്ള ആപ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനിയൊന്നും എടുക്കുക. പണി പാളിയാൽ നമുക്കപ്പോഴോ ആയിരിക്കും. ഞാൻ പിന്നെ ചാനലിന് റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു കിടലം വീഡിയോ വീണ്ടും കാണുന്നവരെല്ലാവർക്കും